പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷ പഠനത്തിലേക്ക്, ഉറവിടങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഞാൻ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ പ്രാർത്ഥനയും സഹായവും ഈ ഒരു മണിക്കൂറിന് വേണ്ടി യാചിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ധ്യാനിച്ചത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ജെറുസലേമിൽ വെച്ച് യഹൂദന്മാരുമായി ഈശോ നടത്തിയ ഡിബേറ്റിൻ്റെ, തർക്കത്തിൻ്റെ, വാദപ്രതിവാദത്തിൻ്റെ 2-ാം ഭാഗം, ജെറുസലേം ഡിബേറ്റിൻ്റെ 2-ാമത്തെ ഭാഗം, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 37 മുതൽ 47 വരെയാണ് ആ തിരുവചന ഭാഗം. സ്വാതന്ത്ര്യത്തിലേക്കാണ് യേശു നമ്മെ വിളിച്ചത് എന്ന് നമ്മൾ കണ്ടു. അത് ഭൗതിക സുഖത്തിനോ പാപത്തിനോ ഉള്ള സ്വാതന്ത്ര്യമല്ല, ദൈവഹിതം അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് നാം മനസ്സിലാക്കി. ഇനി ഈശോയുടെ സംസാരം തുടരുകയാണ്. 37-ാമത്തെ വാക്യം: നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു, കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവിടെ കർത്താവ് ഈശോ മിശിഹായുടെ ജന്മത്തെക്കുറിച്ച് ഒരാരോപണം ഇതിനു മുമ്പ് അവർ ഉന്നയിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വളരെ സിനിക്കലായ, ഒരുപക്ഷെ വളരെ മോശമായ ഒരു ആരോപണം, നീ തച്ചൻ്റെ മകനല്ലേ എന്ന് പറയുന്നതിൽ അവർ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. കന്യകാമാതാവിൻ്റെ ഏതോ ഒരു പാപവഴിയിലുണ്ടായ ജന്മമാണ് യേശുവിൻ്റെ ജന്മം എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗം പോലെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ യേശുവിനെ ഇത്തരമൊരു യേശുവിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അപ്പോൾ കർത്താവ് ഈശോ മിശിഹ അവരോട് പറയുകയാണ്, നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണ് നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന്. നിങ്ങൾ അവകാശപ്പെടുന്നു നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന്. നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കില്ലായിരുന്നു. കാരണം അബ്രഹാമും ഞാനും തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ അബ്രഹാമിന് എന്നോട് ബന്ധമുണ്ട്. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളങ്ങനെ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നതിന് കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കാത്തതാണ്. ഇനി ഈശോ ഒരു താരതമ്യം നടത്തുകയാണ്. നിങ്ങളിതെല്ലാം ചെയ്യുന്നത് വളരെ ഉറച്ച ഒരു ബോധ്യത്തിൽ നിന്നാണ്. നിങ്ങൾ ദൈവത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ദൈവഹിതപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തന മണ്ഡലത്തെ ദൈവം അംഗീകരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു അവകാശവാദം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട്. പക്ഷേ നിങ്ങളിതെല്ലാം ചെയ്യുന്നത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ഈ എല്ലാ മതപരമായ ആചാരങ്ങളിലും ആർത്തി പൂണ്ട് അതിൽ നിങ്ങളുടെ ഹൃദയ സംതൃപ്തി കണ്ടെത്തുമ്പോഴും ഇതെല്ലാം നിങ്ങൾ കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ്, കേട്ടതാണ്. ആവർത്തിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നൊരു കാര്യമാണ്, നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്,
എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? നിയമജ്ഞന്മാർ, സ്ക്രൈബ്സ്, പണ്ഡിതന്മാർ, മതനിയമം അറിയാമായിരുന്നവർ ജനത്തെ പഠിപ്പിച്ചു കൊടുത്തത് കേട്ടത് മാത്രമേ അവരുടെ ബോധമണ്ഡലത്തിലുള്ളൂ, അവരുടെ ബോധ്യങ്ങളായിട്ട് രൂപപ്പെടാൻ സഹായിച്ചത് ഈ കേട്ടതാണ്. ചുരുളുകളിൽ നിന്ന് വായിച്ച് കേട്ടത്, പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ച് കൊടുത്തപ്പോൾ അവർ കേട്ടത്, ഇങ്ങനെ കേട്ടതാണ് ഇവരുടെ വിശ്വാസത്തിൻ്റെ ആധാരം. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കേട്ടതല്ല, കണ്ടതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കേട്ടതിനേക്കാളും ഗൗരവമുണ്ട് കണ്ടതിന്, അല്ലെ കേട്ടതിനേക്കാളും ആധികാരികതയുണ്ട് കണ്ടതിന്. ഒത്തൻറ്റിസിറ്റി കൂടുതൽ കണ്ടതിനാണ്, പറഞ്ഞു കേട്ടതിനല്ല. ഒരു സംഭവം നടന്നിട്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞത് കേട്ടതാണോ, സംഭവം നേരിട്ട് കണ്ടതാണോ, ഏതിനാണ് പ്രാധാന്യം എന്ന് ഓർത്തു നോക്കിയാൽ മതി. ഞാൻ കണ്ടതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ഈശോയുടെ അസാധാരണമായ ഒരു ആത്മധൈര്യത്തിൻ്റെ അടയാളമായിരുന്നു, വെളിപ്പെടുത്തലായിരുന്നു. ഇത്രയും ചുറ്റും നിന്ന് തനിക്കെതിരെ ആരോപണ ശരങ്ങൾ ഉന്നയിക്കുന്ന വലിയൊരു പുരുഷാരത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും അനാദൃശ്യമായ ഒരു മനോധൈര്യം പ്രകടിപ്പിക്കാൻ യേശുവിന് ഇടയായത് ഇത്തരമൊരു ആധികാരികമായ കാഴ്ച യേശുവിനുണ്ടായിരുന്നതുകൊണ്ടാണ്. ഈശോ എപ്പോഴും പിതാവിനെ തൻ്റെ കൺമുമ്പിൽ ദർശിച്ചിരുന്നു എന്ന് പിന്നീട് ദാവീദ് അതിനെക്കുറിച്ച് പറഞ്ഞത് പത്രോസ്ലീഹ പ്രസ്താവിക്കുകയും ചെയ്യും, ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്, കേട്ടതും കണ്ടതും. പിന്നീട് യോഹന്നാൻ എഴുതുന്നുണ്ട്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും യേശുവിനോടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാനും നിങ്ങളും ഹൃദയത്തിൽ ഒരു വലിയ ഒരു വെല്ലുവിളിയായോ അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യമായോ ഒക്കെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഞാൻ പ്രവർത്തിക്കുന്നത് കേട്ടതിൻ്റെ വെളിച്ചത്തിലാണോ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണോ? നമുക്കൊരു വളരെ ഡയറക്റ്റായ ദൈവാനുഭവം ആവശ്യമുണ്ട്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ആഴത്തിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമുക്ക് മറ്റാരോ പറഞ്ഞു കേട്ട ദൈവാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എത്ര നാൾ ജീവിക്കാൻ കഴിയും? അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നമുക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ടെസ്റ്റിമണീസ്. നല്ല വാലിഡിറ്റിയുള്ള ഒരു കാര്യമാണിത്. അതായത് ചില മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ദൈവത്തിൻ്റെ ഇടപെടലുകളെ, ദൈവം ചെയ്തു തന്ന അത്ഭുതങ്ങളെ, ഒരുപക്ഷെ മാനുഷികമായിട്ട് ഒരിക്കലും ഉടൻ സംഭവിക്കാൻ സാധ്യതയില്ലാതിരുന്ന ചില കാര്യങ്ങളിൽ അസാധാരണമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടായതിനെക്കുറിച്ചുള്ള ടെസ്റ്റിമണികൾ നിങ്ങൾ ഈ സൈബർ ലോകത്ത് ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്, നേരിട്ടും കേൾക്കുന്നുണ്ട്. മനുഷ്യരുടെ ദൈവാനുഭവങ്ങൾ, ഒരിക്കലും അതിനെ വില കുറച്ച് കാണരുത്. അത് അവരുടെ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും സാക്ഷ്യപ്പെടുത്തലുകളാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മളത് കേൾക്കുന്നു, ഒരാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഈ ചെറിയ കാര്യങ്ങളെ വിട് എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയതോ അല്ലെങ്കിൽ വിവാഹം നടന്നതോ അല്ലെങ്കിൽ പോയ പണം തിരിച്ചു കിട്ടിയതോ സൗഖ്യം കിട്ടിയതോ ഒക്കെ അതിനെ ചെറിയ കാര്യങ്ങളായിട്ട് കാണാം. ആ ചെറിയ കാര്യങ്ങളെ വിടുക. ചെറിയ കാര്യങ്ങളെ വിട്ടിട്ട് ചിലർ ദൈവത്തെ നേരിട്ട് കണ്ടതും ദൈവം നേരിട്ട് സംസാരിച്ചതും ദൈവം നേരിട്ട് താക്കീത് തന്നതും ദൈവം നേരിട്ട് വന്ന് കരം പിടിച്ച് രക്ഷിച്ചതുമൊക്കെയുള്ള ത്രസിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, സ്തബ്ധരാക്കി നിൽക്കുന്ന, കേൾക്കുമ്പോൾ സ്തബ്ധരായി പോകുന്ന വിധത്തിലുള്ള അസാധാരണമായ ദൈവിക ഇടപെടലുകളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു ദൈവ ആശ്രയത്തിൻ്റെ ഒരു ചായ്വ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തോട് ഉള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു തോത് വർദ്ധിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും ഒരു പരിധിവരെ. എന്നാൽ ഇത്തരം സാക്ഷ്യങ്ങൾക്ക് എത്ര ദിവസം നിങ്ങളെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താൻ കഴിയും? മറ്റൊരാൾ പറഞ്ഞ ഒരു ദൈവാനുഭവത്തിന്
എത്ര നാൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വരണ്ട മരുഭൂമികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയും? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ കഷ്ടിച്ച് ഒരു 2-3 ദിവസത്തേക്ക് അതിന് സാധിക്കുമായിരിക്കും. അതിനപ്പുറത്ത് പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടകരമായ ഒറ്റപ്പെടലുകളിൽ, മരുഭൂമികളിൽ, ദുഃഖത്തിൻ്റെ കനത്ത കാർമേഘങ്ങൾ, ഹൃദയാകാശത്തിന് മീതെ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും വിങ്ങിപ്പൊട്ടാൻ കാത്തു നിൽക്കുന്ന, പെയ്യാൻ കാത്തു നിൽക്കുന്ന ഒരു മഴ പോലെ ഹൃദയാകാശത്തിങ്ങനെ കനം തൂങ്ങി നിൽക്കുമ്പോൾ ഈ മറ്റുള്ളവരുടെ ദൈവാനുഭവങ്ങളൊന്നും നമ്മളെ സഹായിക്കണമെന്നില്ല. മനസ്സിലാക്കണം, അവിടെയൊക്കെ സഹായിക്കുന്നത് നമുക്കുണ്ടായ ദൈവിക ഇടപെടലുകളാണ്. അതുകൊണ്ട് കേട്ടതിൽ നിന്ന് കണ്ടതിലേക്കുള്ള ഒരു ദൂരമുണ്ട്. കേട്ടറിഞ്ഞ സത്യങ്ങളെ കണ്ടറിയാനുള്ള ഒരു അദമ്യമായ ആവേശം, അസാധാരണമായ ഒരാഗ്രഹം എന്നും മനസ്സിലുണ്ടാവണം. ദമാസ്കസിൻ്റെ നഗര കവാടത്തിൽ വെച്ച് സാവൂള് ഉത്ഥിതനായ യേശുവിനെ കണ്ടുമുട്ടിയതുപോലെ, യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ വെച്ച് സമറിയാക്കാരി യേശുവിനെ കണ്ടുമുട്ടിയതുപോലെ, ചുങ്കസ്ഥലത്ത് വെച്ച് ഈ മത്തായി യേശുവിനെ കണ്ടുമുട്ടിയതുപോലെ, ഇലച്ചാർത്തുകൾക്കിടയിൽ മറഞ്ഞിരുന്ന സക്കയൂസ് ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് യേശുവുമായി ഒരു വലിയ എൻകൗണ്ടർ നടത്തിയതുപോലെ, ആഴമായ ഒരു ജീസസ് എൻകൗണ്ടർ നമുക്ക് ആവശ്യമുണ്ട്. അതിന് മാത്രമേ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റൂ. മറ്റുള്ളവർ തെളിച്ച ആ ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ അധിക നാൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ എന്നോട് വഴക്കിടുന്നത് കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ്. പഴയ നിയമം കേട്ടറിഞ്ഞ സത്യങ്ങളും പുതിയ നിയമം കണ്ടറിഞ്ഞ സത്യങ്ങളുമാണ്. കേട്ടതിൽ നിന്ന് കണ്ടതിലേക്കുള്ള യാത്രാദൂരമാണ് ഒരാളുടെ ആത്മീയ ദൂരം. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യം 39 വാക്യം. അവർ പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. മക്കളാണെങ്കിൽ അപ്പൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. മക്കളാണെങ്കിൽ അപ്പനാരെന്ന് പ്രവൃത്തികളിലൂടെ തെളിയിക്കണം. തീർച്ചയായിട്ടും അപ്പൻ്റേതിന് അനുകൂലമായ, അനുസൃതമായ പ്രവൃത്തികൾ മക്കളിൽ ഉണ്ടാവണം. ഇതാണ് യേശുവിൻ്റെ ആർഗ്യുമെൻ്റ്. നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. ദൈവത്തിൽ നിന്ന് കേട്ടത്, അല്ലെങ്കിൽ തൊട്ടു മുമ്പ് ഈശോ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ പിതാവിൽ നിന്ന് കണ്ടത്, പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടതും കേട്ടതും ഞാൻ നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നു. അബ്രാഹം അങ്ങനെ ചെയ്യുമായിരുന്നോ? ദൈവത്തിൽ നിന്ന് കേട്ട സത്യങ്ങൾ അറിയിച്ച എന്നെ അബ്രാഹമായിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നോ? ഒരിക്കലും കൊല്ലുമായിരുന്നില്ല. അപ്പോൾ ഇവർ പറയുകയാണ്, ഈശോ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല. ഇത് യേശുവിനെതിരെയുള്ള ഒരു ഒളിയമ്പാണ്. ഞങ്ങൾ ജാരസന്തതികളല്ല. അതിൻ്റെ അർത്ഥം എന്താ? നീ ജാരസന്തതി ആയിരിക്കും. നിന്നെക്കുറിച്ച് അങ്ങനെ പലരും പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല. ഇത് ഒളിയമ്പാണ്. ഇത് ഇൻഡയറക്റ്റായി യേശുവിൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യലാണ്. ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്നായിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുമായിരുന്നു. എന്തുകൊണ്ട്? ഞാൻ ആ ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. ആ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനാണ്. അപ്പോൾ ദൈവത്തോടാണ് നിങ്ങൾക്ക് ബന്ധമെങ്കിൽ എന്നെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ യാത്ര പൂർത്തീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്.
43 ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതായത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത്? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. അതായത് വചനം ദൈവത്തിൻ്റെ സ്വരം അകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത വിധം പിന്നീട് സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്നത് പോലെ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, അതുപോലെ തന്നെ വിത്തുകളുടെ ഉപമയിൽ പറയുന്നത് പോലെ സമ്പത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ലോക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ലൗകിക വ്യഗ്രത, അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് ലേഖനത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ദേവൻ, ഈ ലോകം പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന ആ ലൗകിക ദേവൻ കണ്ണുകളെ അന്ധമാക്കിയത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനാവാത്തതുപോലെ നിങ്ങളുടെ ഹൃദയം അടഞ്ഞിരിക്കുകയാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. ഇത് വളരെ ഡയറക്റ്റായ മുഖത്തേക്കുള്ള ഒരു ബ്ലോയാണിത്. ദിസ് ഈസ് ഡയറക്റ്റ് ബ്ലോ ടു ദ ഫേസ്. പക്ഷേ ഇത് ഈ ഈശോയുടെ അതിശക്തമായ ഒരു മുഷ്ടി ചുരുട്ടി മുഖത്തിടിക്കുന്നതിന് തുല്യമാണിത്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ പിതാവ് ദൈവമല്ല, പിശാചാണ്. നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. ഒന്നാമത്തെ ഒരു ആരോപണം, പിശാച് ആദ്യം മുതലേ കൊലപാതകിയാണ്. കായൻ ആബേലിനെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയതാണ് ഇവിടെ കർത്താവ് ഈശോ മിശിഹായുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഓർമ്മ. ഇത് പറയുമ്പോൾ ഈശോയുടെ മനസ്സിലുള്ളത് കായൻ ആബേലിനെ കൊന്നതാണ്. കായൻ ആരാണ്? കായൻ മൂത്ത സഹോദരനാണ്. ആബേൽ ആരാണ്? ആബേൽ അനുജനാണ്. ഇവിടെ ഈ മതബോധത്തിൽ ഈ എൽഡേഴ്സ്, ഈ ശ്രേഷ്ഠന്മാർ കർത്താവാകുന്ന ആബേലിനെ, ഈ അനുജനെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങുകയും ഒടുവിൽ കൊല്ലുകയും ചെയ്യുന്നത്, അതിനെയാണ് ഈശോ പരാമർശിക്കുന്നത്. തൻ്റെ കുരിശുമരണത്തിൽ അവസാനിക്കുന്ന ഈ കൊലപാതക പ്രവൃത്തി, അത് നിങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ പിശാചാണ്. അപ്പോൾ അവൻ ആദ്യം മുതലേ കൊലപാതകിയാണ്. ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തേത്, അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. ഏദൻ തോട്ടത്തിലേക്ക് പിശാച് പ്രവേശിക്കുന്നത് തന്നെ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ്. ഹി വാസ് ട്വിസ്റ്റിംഗ് ദ ട്രൂത്ത് ടു ഫിറ്റ് ഹിസ് ഇൻട്രസ്റ്റ്. തൻ്റെ ഇഷ്ടങ്ങൾക്ക് ചേരുന്ന വിധത്തിൽ, തൻ്റെ ഇഷ്ടങ്ങളെ സാധൂകരിക്കുന്ന വിധത്തിൽ, തൻ്റെ ഉദ്ദേശങ്ങളെ ഫലമണിയിക്കുന്ന വിധത്തിൽ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഏദൻ്റെ കന്നിമണ്ണിലേക്ക് പിശാചാകുന്ന പാമ്പ് ഇഴഞ്ഞു കയറുന്നത്. അവൻ ആദ്യം മുതലേ സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യം ഇല്ല. നുണ പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ചാണ് അവൻ സംസാരിക്കുന്നത്. അവൻ സ്വഭാവത്താൽ തന്നെ സത്യമില്ലാത്തവനാണ്, നുണയനാണ്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. നുണയുടെ പിതാവുമാണ്. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഇതാണ് ഈശോയുടെ ആർഗ്യുമെന്റ്. നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം, നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ദൈവമല്ല നിങ്ങളുടെ പിതാവ്. നിങ്ങളുടെ പിതാവ് പിശാചാണ്. അവൻ നുണയനും സത്യത്തെ വളച്ചൊടിക്കുന്നവനും കൊലപാതകയുമാണ്. അതുകൊണ്ട് അവന് സത്യം സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ സ്വീകരിക്കാത്തത്? നിങ്ങൾ പിശാചിൻ്റെ മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് സത്യം സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അടുത്തത് ഈശോയുടെ അസാധാരണമായ, നെഞ്ചു വിരിച്ച് ശിരസുയർത്തി നിന്ന് അസാധാരണമായ ഒരു ക്ലെയിം ഈശോ നടത്തുകയാണ്. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ
കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവർ അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ശ്രവിക്കാൻ കഴിയുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറയുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് പിശാച് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ പ്രലോഭിപ്പിക്കുന്ന 3 പ്രലോഭനങ്ങളിലും പിശാച് ഈ പ്രലോഭന പ്രസ്താവന ഫ്രെയിം ചെയ്യുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ്. നീ ദൈവപുത്രൻ ആണെങ്കിൽ, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോടൊപ്പമാകാൻ പറയുക. പിശാച് പറയുന്നത് ദൈവപുത്രനാണെങ്കിൽ തിന്മ ചെയ്യുക, നിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഉപയോഗിക്കുക. എന്നാൽ ഈശോ എങ്ങനെയാണ് ദൈവപുത്രനാണെന്ന് തെളിയിച്ചത്? ഈശോ ദൈവപുത്രനാണെന്ന് തെളിയിച്ചത് ദൈവത്തിൻ്റെ വാക്കുകളോടും ദൈവത്തിൻ്റെ പ്രവൃത്തികളോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ്. നമ്മൾ ദൈവത്തിൻ്റെതാണെന്നും നമ്മൾ ദൈവമക്കളാണെന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്നും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നും നമ്മൾ വചനം പഠിക്കുന്നവരാണെന്നും നമ്മൾ ബൈബിളിനോട് സ്നേഹമുള്ളവരാണെന്നും എല്ലാം നമ്മൾ തെളിയിക്കേണ്ടത് ആത്യന്തികമായി നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. ഒരുപക്ഷേ നമ്മുടെ പ്രവൃത്തികൾ നമുക്കെതിരെയുള്ള സാക്ഷ്യമായി മാറാറുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ ചിലപ്പോൾ നമ്മളെ കാണുന്നവരെ ഓർമ്മിപ്പിക്കും. യഥാർത്ഥത്തിൽ നമ്മളെ കാണുന്നവരിൽ ഒരു ചോദ്യം ഉണർത്തും, യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാണോ എന്ന വളരെ 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 സങ്കടകരമായ ഒരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനം പഠിക്കുന്ന നമുക്ക് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെതാണെന്ന് തെളിയിക്കാനുള്ള വലിയൊരു വെല്ലുവിളിയാണ് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു ആശയം അതിൻ്റെ ഏറ്റവും കൃത്യമായ അർത്ഥത്തിൽ തെറ്റാണ്. അതായത് യൂണിവേഴ്സൽ ബ്രദർഹുഡ് അണ്ടർ ദ ഫാദർഹുഡ് ഓഫ് ഗോഡ് ഈസ് നോട്ട് ബിബ്ലിക്കൽ എന്ന് പറഞ്ഞാൽ, ഞാൻ വിശദീകരിക്കാം. ഇങ്ങനെ പറയാറില്ലേ, ദൈവം എല്ലാവരുടെയും പിതാവാണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. വ്യാപകമായൊരർത്ഥത്തിൽ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിൽ അത് ശരിയാണെങ്കിൽ തന്നെ നിയതമായ ഒരർത്ഥത്തിൽ, ഇൻ ദ സ്ട്രിക്റ്റ് സെൻസ് ഓഫ് ദ ടേം, കൃത്യമായൊരർത്ഥത്തിൽ അത് ബിബ്ലിക്കലി ശരിയല്ല. കാരണം ദൈവം പിതാവാകുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ്. തന്നെ സ്വീകരിച്ചവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കളാകാൻ കഴിവ് നൽകി. അവർ ജനിച്ചത് മാംസത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് അത്രേ. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ കളങ്കമില്ലാത്ത രക്തത്തിലൂടെയാണ് എന്ന് പത്രോസ്ലീഹ പറയുന്നു. നമ്മളെ മക്കളാക്കി മാറ്റുന്നത് യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശുവിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവാണെന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നാം ദൈവമക്കളായി മാറുന്നത് യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ സൃഷ്ടാവായതുകൊണ്ടല്ല, മറിച്ച് നാം യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത് കൊണ്ടാണ്. യേശുവിനെ തള്ളിക്കളയുന്ന ആരും തന്നെ നമ്മുടെ സഹോദരന്മാരല്ല. ഏറ്റവും നിയതമായ സ്ട്രിക്റ്റായ ഒരർത്ഥത്തിൽ, വ്യാപകമായ ഒരർത്ഥത്തിൽ തീർച്ചയായിട്ടും മാനുഷിക കുടുംബം മുഴുവൻ ദൈവം സൃഷ്ടിച്ചവരെന്ന നിലയിൽ സഹോദരന്മാരാണ്. നമ്മളൊരു മനുഷ്യനെയും വിലയില്ലാത്തവരായി തള്ളിക്കളയാൻ പാടില്ല. പക്ഷേ യഥാർത്ഥ മാനുഷിക സാഹോദര്യം രൂപപ്പെടുന്നത് ക്രിസ്തു എന്ന ഏകജാതനെ ഏറ്റുപറയുന്നതിലൂടെ മാത്രമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വചനം അനേകരിലേക്ക് എത്തിക്കാനുള്ള ചില പുതിയ പരിശ്രമങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഞാൻ ഏറ്റവും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, സത്യസന്ധതയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ. അതുവരെയും പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, ഈശോയെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പ്രവൃത്തികളിലൂടെ യേശുവിൻ്റെ മക്കളാണ് നമ്മളെന്ന്, പിതാവിൻ്റെ മക്കളാണ് നമ്മളെന്ന് തെളിയിക്കാൻ പരിശ്രമിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.